ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ബ്ലൂ ലോക്കിന്റെ 2ാമത്തെ സെലക്ഷന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും തനിയാണ് മത്സരിക്കേണ്ടത്. അതിന്റെ ഭാഗമായി ആദ്യം മത്സരിക്കാൻ തയ്യാറാവുന്നത് ഇസഗിയാണ്. അങ്ങോട്ട് ചെന്ന അവൻ കാണുന്നത് ആരും തന്നെ ഇല്ലാത്ത ഒരു ഗ്രൗണ്ട് ആണ്. പെട്ടെന്ന് അവന്റെ അടുത്തോട്ട് ഒരു ബോൾ വരുന്നു. ഇതൊക്കെ കണ്ട് എന്താ ഇവിടെ നടക്കുന്നേ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് ഇസഗി. പെട്ടെന്നാണ് ഹോളോഗ്രാം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഗോൾ കീപ്പർ അവന്റെ മുമ്പിലോട്ട് വരുന്നത്. പെട്ടെന്ന് അവന് ചുറ്റും ഒരു സർക്കിൾ ക്രിയേറ്റ് ആവുന്നു. സമയം തീരുന്തോറും അത് ചെറുതായി വരുവാണ്. അപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത്. ഇത് മുഴുവനായിട്ടും ഇല്ലാതാവുന്നതിന് മുൻപ് അവൻ ആ ബോൾ കിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവനൊരു ചാൻസ് മിസ്സാവും. സോ അതൊരു ടൈമറാണ്. പെട്ടെന്ന് ആ ഗോൾ പോസ്റ്റിന് നേരെ ബോൾ കിക്ക് ചെയ്യുവാണ് ഇസഗി. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ കീപ്പർ അത് തടയുന്നു. എന്ത്, ഒരു ഹോളോഗ്രാം കീപ്പറെ കൊണ്ട് എങ്ങനെ ഒരു ബോൾ തടയാൻ സാധിക്കുന്നേ? സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 90 മിനിറ്റ് കൊണ്ട് 100 ഗോൾ അടിക്കുന്നതാണ്. വെറുതെ ബോൾ അങ്ങ് കിക്ക് ചെയ്താ ഗോൾ അടിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഇസഗിക്ക് മനസ്സിലാവുന്നു. പെട്ടെന്നാണ് വേറൊരു സൈഡിൽ നിന്നും അവന് വേണ്ടിയുള്ള ബോൾ വരുന്നത്. നേരത്തെ ആ ഭാഗത്തു നിന്നല്ലേ വന്നേ, ഇപ്പൊ എന്ത് ഈ ഭാഗത്തു നിന്ന് വരുന്നേ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് ആ ഹോളോഗ്രാം കീപ്പറും ഗോൾ പോസ്റ്റും പുറകിലോട്ട് മാറുന്നത്. അങ്ങനെ അവന്റെ സ്പെഷ്യൽ അവയർനെസ് വെച്ച് ബോൾ എങ്ങോട്ടാണ് വന്ന് വീഴുന്നത് അങ്ങോട്ട് പോയി അവൻ ആ ബോൾ കിക്ക് ചെയ്യുന്നു. സോ അവൻ ഒരു ഗോൾ ഇപ്പോൾ അടിച്ചിരിക്കുകയാണ്. സോ ഈ ഹൈടെക് ട്രെയിനിങ് മെത്തേഡ് വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം അവനക്ക് മനസ്സിലാവുകയാണ്. ഇത് കാരണം എന്റെ വെപ്പണും എന്റെ ഷോട്ടും വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. സോ വളരെ പെട്ടെന്ന് തന്നെ 30 ഗോളുകൾ അടിക്കുവാണ് ഇസഗി. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിലെ ലെവൽ 2 ആരംഭിക്കുന്നു. സോ ലെവൽ 2 കീപ്പറിനെ കൂടാതെ ഡിഫൻഡേഴ്സും അവിടെ നിൽക്കുന്നുണ്ട്. ലെവൽ 1 എങ്ങനെയാണ് അവൻ ഗോൾ അടിച്ചത് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുവാണ് ഇസഗി. എന്നാ അവിടെ ഉണ്ടായിരുന്ന ഹോളോഗ്രാം ഡിഫൻഡർ അത് തടയുന്നു. ഓ, ഇത് വിചാരിച്ച പോലെയല്ല. തീർച്ചയായിട്ടും ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. സോ ഇസഗിയെ കൊണ്ട് പറ്റുന്ന കാര്യം ഡയറക്റ്റ് വരുന്ന ബോൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അത് എവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം, ഏത് സമയത്ത് ഷൂട്ട് ചെയ്യണമെന്ന് അവന്റെ സ്പെഷ്യൽ അവയർനെസ് അവന് പറഞ്ഞു കൊടുക്കും. ഇതേ സമയം തന്നെ മറ്റുള്ളവരുടെ ട്രെയിനിങ്ങും മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ട്രെയിനിങ് റൂമിന്റെ ഭിത്തികളിലായി ഒരുപാട് റിസൽ പാനലുകൾ വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് പല ഭാഗത്തു നിന്ന് പന്തുകൾ എറിയാൻ ആ ചുമരിനെ കൊണ്ട് സാധിക്കും. പ്ലേയേഴ്സിന്റെ എക്സ്പ്ലോസീവ് പവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ജർമ്മനിയിലെ ചില വലിയ ക്ലബ്ബുകൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇത്. ഓരോ പ്ലെയറിന്റെയും സ്കില്ല് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. ക്രൂഷ്യലി ഇതിന് ബ്ലൂ ലോക്ക് മാൻ സിസ്റ്റം ഉണ്ട്. ലോകത്തിലെ മികച്ച ഗോൾ കീപ്പേഴ്സിന്റെ ഡാറ്റാസ് ശേഖരിച്ച് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ഹോളോഗ്രാം. പന്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മൈക്രോ സെൻസർ വെച്ച് ഹോളോഗ്രാമുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് സാധ്യമാണ്. ഇതിനെ ഹോളോഗ്രാഫിക് ഫ്യൂച്ചർ സ്പോർട്സ് ടെക്നിക് എന്ന് പറയുന്നു. പക്ഷെ ഇതിനോടകം തന്നെ ഇതിനു വേണ്ടി ഒരുപാട് ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാണ് ആൻഡ്രി. ഇതുപോലൊരു ട്രെയിനിങ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം തന്നെ. ഇത്രയും കാലം നല്ല ടീമിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ക്വാളിഫൈ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് ഇതിൽ വിജയിക്കാൻ സാധിക്കില്ല. എന്നാൽ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനും അവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല ട്രെയിനിങ് ആണ് ഇത്. ഇതേ സമയമാണ് ഇസഗി ലെവൽ മാക്സിലോട്ട് പോകുന്നത്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഡിഫൻഡേഴ്സ് എല്ലാവരും അനങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് കളിച്ചാൽ മാത്രമേ അവനെ കൊണ്ട് ഇനി ഗോൾ അടിക്കാൻ സാധിക്കൂ. പെട്ടെന്നാണ് വളരെ വേഗത്തിൽ അവന്റെ അടുത്തോട്ട് ഒരു ബോൾ വരുന്നത്. ആ ബോൾ ഒന്ന് ഹോൾഡ് ചെയ്യാൻ തന്നെ ഇസഗി ഒരുപാടധികം കഷ്ടപ്പെടുന്നു. ഈ ലെവൽ മാക്സ് ഞാൻ വിചാരിച്ച പോലെയല്ല എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. ഒരു ഹൈ ലെവൽ മാച്ചിലെ പോലെ വളരെ വേഗത്തിൽ ഒരു പന്ത് നിങ്ങളുടെ നേരെ വരുന്നു. റാൻഡംലി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഡമ്മികൾ. ഹൈ ലെവൽ മാച്ചുകളിൽ ബോക്സിൽ സംഭവിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് ആണ് ഇത്. സാഹചര്യം മനസ്സിലാക്കി പ്രതികരിക്കണം. വളരെ ക്വാളിറ്റിയുള്ള ഷൂട്ടിംഗ് ആയിരിക്കണം. അതെല്ലാം 90 മിനിറ്റ് നിലനിർത്താനുള്ള മൈൻഡ്, ടെക്നിക്, ഫിസിക്കൽ സ്ട്രെങ്ത് ഇതെല്ലാം ആവശ്യമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഒരാൾ കഴിവില്ലാത്തവനാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് എന്ന് പറയുവാണ് ഈഗോ. സോ ഇതേ സമയം തന്നെ ഇസഗി ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നേരം അവൻ അവിടെ കളിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും അവന് തോന്നുന്നില്ല. സോ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തത് കൊണ്ടാണ് അവന് ഇപ്പൊ ക്ഷീണമൊന്നും തോന്നാത്തെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവന്റെ സ്പെഷ്യൽ അവയർനെസ്സും ഡയറക്ട് ഷോട്ടും ഉപയോഗിച്ച് ഒരുപാട് ഗോളുകൾ അടിക്കുവാണ് ഇസഗി. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ 90 മിനിറ്റ് കൊണ്ട് 100 ഗോളുകൾ അവൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൻ അടുത്ത സ്റ്റേജിലോട്ട് ക്വാളിഫൈ ആവുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങി അവൻ കാണുന്നത് ടീം വിയിലെ നാഗിയെയും റിയോയെയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രീനിൽ അടുത്ത സ്റ്റേജിന് വേണ്ടി 3 പേരടങ്ങുന്ന ഒരു ടീം ക്രിയേറ്റ് ചെയ്യണമെന്ന് എഴുതി കാണിക്കുന്നത്. ഓ, അപ്പൊ സാനിന് വേണ്ടി ഇവരിവിടെ വെയിറ്റ് ചെയ്യുവാണല്ലേ എന്ന് അവരെ നോക്കി ചിന്തിക്കുവാണ് ഇസഗി. ഇതേ സമയമാണ് ബാഷറ അങ്ങോട്ട് വരുന്നത്. ഹേ ഇസഗി, അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ഇനി അവർക്ക് ഒരാളെ കൂടി ആവശ്യമാണ്. കുനുഗാമിയും ചീക്കിരിയും പെട്ടെന്ന് തന്നെ വരുമെന്ന് തോന്നുന്നു. ആരാണോ ആദ്യം വരുന്നത് അവരെ നമുക്ക് തെരഞ്ഞെടുക്കാം. അത് നല്ലൊരു ഐഡിയ എന്ന് ബാഷറയും പറയുന്നു.
എന്ന ഇതേ സമയമാണ് നാഗി ഇവരുടെ അടുത്തോട്ട് വരുന്നത്. ഹേ ഇസഗി, നിനക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഇത് കേട്ട് ഇസഗിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഹേയ്, നീ എന്തീ പറയുന്നേ എന്ന് റിയോയും ചോദിക്കുന്നു. ഇവരുടെ ടീമിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയർ ഇവനാണ്. എനിക്ക് ഇവനെ ടീംമേറ്റ് ആയിട്ട് വേണം. ഓ ഇൻട്രസ്റ്റിംഗ്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? അവൻ നിന്നെ വിളിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കാണ് ബാഷിറ. ഏയ് ഇല്ല, നീ എന്റെ ടീംമേറ്റ് അല്ലേ, ഇനി നീയില്ലാതെ ഞാൻ എങ്ങനെയാ? സോറി നാഗി, ബാഷിറയും ഞാനും ആൾറെഡി ടീമപ്പായി. ഓ ഐ സി, എന്നാ ഞാൻ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് നാഗി. ഇത് കേട്ട് ഇസഗിയും ബാഷിറയും റിയോയും ഞെട്ടുന്നു. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നാഗി ചോദിക്കുന്നു. നീ എന്തൊക്കെയാ പറയുന്ന നാഗി? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എന്റെ കൂടെ അല്ലേ? നീ അവരുടെ ടീമിൽ ജോയിൻ ചെയ്താ പിന്നെ ഞാൻ എന്ത് ചെയ്യും? റിയോ, ഫുട്ബോൾ എന്താണെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചത്. നീയും ഞാനും ലോകത്തിലെ തന്നെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആയിട്ട് മാറും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ അന്ന് തോറ്റുപോയി, കാരണം നിങ്ങൾ സ്ട്രോങ് ആയിരുന്നില്ല. ഞാൻ ആദ്യമായി അനുഭവിച്ച ആ നിരാശയുടെ വികാരം മനസ്സിലാക്കാൻ എനിക്ക് അവന്റെ കൂടെ ഫുട്ബോൾ കളിക്കണം. അതിനുവേണ്ടി എന്റെ ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. സോ ഇത് കേട്ട് റിയോക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും കാലം ഒരു ട്രഷറാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയ നാഗി ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരി, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുകയാണ് ബാഷിറ. ഇവൻ വളരെ നല്ലൊരു പ്ലെയർ ആണ്. ഇവന്റെ കൂടെ ചേർന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഒരു അവസരം ഇതാണ്. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞ ഇസഗി അവരുടെ ടീമിലോട്ട് അവനെ ഇൻവൈറ്റ് ചെയ്യുന്നു. റിയോ, നമുക്ക് അടുത്ത സ്റ്റേജിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ നാഗിയും അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. ഹേയ് നാഗി, നിന്റെ ടീമായിട്ടുള്ള റിയോയെ വിട്ടിട്ട് നീ ഞങ്ങളുടെ കൂടെ വന്നതിൽ നിനക്കൊന്നും തോന്നുന്നില്ലേ? അവനെ പിരിഞ്ഞിരിക്കുന്നതിൽ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. എന്നാ ബ്ലൂ ലോക്കിൽ ഇതുപോലൊക്കെ ജയിച്ചാൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കൂ. അത് മാത്രമല്ല, നിങ്ങളുടെ കൂടെ ചേരുന്നതാണ് ശരിയെന്ന് എന്റെ ഈഗോ എന്നോട് പറഞ്ഞു. ഇത് കേട്ട് ബാഷിറ, അത് ശരിയാ, നമ്മൾ 3 പേരും ചേർന്ന് ശരിക്കും പൊളിച്ചെടുക്കും എന്നും പറഞ്ഞ് അവർ അടുത്ത റൂമിലോട്ട് പോകുന്നു. അപ്പോഴാണ് അവിടെ റിന്നിനെ അവർ കാണുന്നത്. അവന്റെ കൂടെ വേറെ 2 പേരും ഉണ്ട്. അവർ 3 പേരും ഇപ്പൊ ഒരു ടീമാണ്. അവനെ കണ്ട് ഇസഗി സെക്കൻഡ് സെലക്ഷൻ നടന്നതിന് മുൻപ് നടന്ന ആ കാര്യം ആലോചിക്കുന്നു. ഹലോ ഡയമണ്ട്സ് ഇൻ ദ റഫ്, വെൽക്കം ടു ദി 3rd സ്റ്റേജ് 3-on-3 ടീം ബാറ്റിൽസ്. പിന്നീട് നമ്മൾ കാണുന്നത് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു വരുന്ന കുനുഗാമിയെയും ചീഗിരിയുമാണ്. പരിചയമുള്ള മുഖങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, അവരാരും വന്നില്ലേ എന്ന് ചോദിക്കാണ് കുനുഗാമി. ഞാനിവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോട് സംസാരിച്ചു. ഇസഗിയും ബാച്ചിറയും നാഗിയും ഒരു ടീമായി മാറിയിരിക്കുന്നു. എന്ത്, ശരിക്കും? അപ്പോ എന്നെ അവർ ഉപേക്ഷിച്ചല്ലേ? ശരി, നമുക്ക് നോക്കാം. സോ അങ്ങനെ അവർ 2 പേരും ടീമാവുന്നു. ഇവിടെ ഇരിക്കുന്ന 3 പേരടങ്ങുന്ന 2 ടീം തമ്മിലായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലെവൽ നിങ്ങൾ കണ്ട ഹോളോഗ്രാം തന്നെയായിരിക്കും ഗോൾ കീപ്പറായിട്ട് ഇവിടെ നിൽക്കാൻ പോകുന്നത്. അതിനെ എതിർത്ത് ആരാണോ 5 ഗോളുകൾ അടിക്കുന്നത് ആ ടീം ഇതിൽ വിജയിക്കും. സോ വിജയിച്ച ടീം തോറ്റ ടീമിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അവർ അടുത്ത ലെവലിലോട്ട് പോകും. 4 പ്ലേയേഴ്സ് അടങ്ങുന്ന ആ ടീം ഇതുപോലെ വന്ന മറ്റ് 4 പ്ലേയേഴ്സുമായിട്ട് കളിക്കും. സോ അതിൽ വിജയിക്കുന്ന ടീം ഏതാണോ തോറ്റ ടീമിൽ നിന്നും ഒരാളെ കൂടി തെരഞ്ഞെടുക്കണം. അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് നിങ്ങൾ ഫോം ആവും. അപ്പൊ തോറ്റ ടീമിന് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണ് ബാഷിറ. തോറ്റുപോയ ടീം തോറ്റുപോയ മറ്റു ടീമുമായിട്ട് മത്സരിക്കും. സോ അതിൽ വിജയിച്ച ടീം തോറ്റ ടീമിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കും. അതിൽ തോറ്റുപോയ 2 പേർ മറ്റു 2 പേരുമായിട്ട് മത്സരിക്കുന്നതായിരിക്കും. അതിൽ ജയിച്ച ടീം തോറ്റ ടീമിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കും. ബാക്കി വരുന്ന ഒരാൾ ഇവിടെ നിന്നും പുറത്തു പോകും. ഇതേസമയം ഈ അവരുടെ യഥാർത്ഥ റാങ്ക് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇസഗി 15ാം സ്ഥാനത്തും ബാഷിറ 16ാം സ്ഥാനത്തും നാഗി 7ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഫീൽഡിൽ 0-യെ 1 മാറ്റാൻ കഴിവുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ 1 മറ്റൊന്നിലേക്ക് എറിയണം. അവ ഒന്നിച്ചു ചേർത്ത് അതിജീവിക്കാൻ വേണ്ടി പരസ്പരം മെച്ചപ്പെടുത്തണം. ഈഗോയും തമ്മിലുള്ള രാസപ്രവർത്തനത്തിൽ ആധിപത്യം പുലർത്തുന്ന സ്ട്രൈക്കറിന് മാത്രമേ അടുത്ത ലെവലിലോട്ട് പോവാൻ സാധിക്കൂ. വിജയിക്കാൻ ആവശ്യമായ ഏത് മാർഗവും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറയുവാണ് ഈഗോ. അങ്ങനെയാണെങ്കിൽ ഇത് സുഹൃത്തുക്കളെയോ എതിരാളികളെയോ മോഷ്ടിക്കുന്ന ഒരു പോരാട്ടമാണോ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. ചുരുക്കി പറഞ്ഞ 5 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടാക്കി അതിൽ ബെസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. എന്തായാലും എതിരാളിയെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സമയമെടുക്കാമെന്ന് തോന്നുന്നു. ഇസഗി, നിനക്കെന്താ തോന്നുന്നേ എന്ന് ചോദിക്കുകയാണ് ബാഷിറ. വേറെ ഏതെങ്കിലും ടീമിനെ കാത്തിരിക്കണോ അതോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്താണ് ഇവർക്ക് മുമ്പേ വന്ന ടീമിലെ ഒരുത്തൻ അവിടെ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. ഈ മാച്ചിലെങ്ങാനും തോറ്റുപോയാ എന്നെ ആരും എടുത്തില്ലെങ്കിലോ? ഇനി ഇതിലെടുത്ത് അടുത്ത മാച്ചിൽ എന്നെ എടുത്തില്ലെങ്കിലോ? ഞാൻ തനിച്ചാവില്ലേ? ഇല്ല 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 എന്ന് പറഞ്ഞ് അവൻ സ്വയം പേടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹേയ്, ആരുമായിട്ട് കളിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വിജയിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ആളുടെ എണ്ണം തികയ്ക്കാൻ നിങ്ങൾ 2 പേരും ഉണ്ടല്ലോ എന്ന് പറയുവാണ് റിൻ. ഇത് കേട്ട് അവർ 2 പേരും ടെൻഷൻ ആവുന്നു. നിന്റെ രൂപം മുഴുവൻ ഗ്ലാം ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാലും എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന നീ ആരാണെന്നാ നിന്റെ വിചാരം? ഹേയ്, നിങ്ങൾ അടിയുണ്ടാക്കല്ലേ? ഇതോ കണ്ട് ഇസഗിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവരൊരു ടീമല്ലേ? ഗ്ലാമറസ് എന്നാ അവൻ ഉദ്ദേശിച്ചേ. എന്നെ വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എന്റെ വെറും ടീംമേറ്റ്സ് മാത്രമാണ്.
നിങ്ങളും ഈ ബ്ലൂ ലോക്കും എന്റെ ലക്ഷ്യത്തിലോട്ടെത്താനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. വരാനിരിക്കുന്ന U20s നാഷണലിൽ എനിക്ക് പങ്കെടുക്കണം. ഞാൻ ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. എന്റെ ബ്രദറെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ഇത്തേഷിയെ തകർക്കണം. അപ്പോഴാണ് ഇസഗിക്ക് കാര്യം മനസ്സിലാവുന്നത്. അവൻ വിചാരിച്ചത് ശരിയായിരുന്നു. ജീനിയസ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള സായി ഇറ്റഷിയുടെ ബ്രദറാണ് ഇവൻ. ഹേയ് മാൻ, ഇയാൾ ഇത്രയധികം ഈഗോയിസ്റ്റ് ആയിരുന്നോ? ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്റെ ടീംമേറ്റ് ആവാൻ യോഗ്യനാണ് എന്നാ മുടിയൊക്കെ വളർത്തിയവൻ പറയുന്നു. ഇവനെ പോലെ ഒരുത്തന്റെ കൂടെ കൂട്ടുകൂടിയ എനിക്കറിയാം, ഞാൻ തീർച്ചയായിട്ടും അവരെ താഴേക്കിട മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ആവോഷി. എന്ന് ഇതൊക്കെ കണ്ട് ബാഷിറ, നാഗി, ഐ ആം സോറി ഗൈസ് എന്ന് പറഞ്ഞ് അവർക്ക് നേരെ നടന്നു പോവാണ് ഇസഗി. എനിക്കറിയാം ഇത് ഒരുപാട് റിസ്ക് ആണ്, പക്ഷേ എന്റെ ഈഗോ എന്നോട് പറയുന്നത് എനിക്ക് അവന്റെ എതിരാളിയാവണം എന്ന് റിന്നെ നോക്കി പറയുവാണ് ഇസഗി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ജീനിയസ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഇറ്റഷിയുടെ ബ്രദർ ആണ് അവൻ. ചെറുപ്പം തൊട്ടേ ചേട്ടനെ കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവന്റെ ഉള്ളിൽ കൊത്തിവെച്ച ആ ഈഗോ അതാണ് അവനെ ഇവിടെ വരെ എത്തിച്ചത്. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം വരെ അതുവരേക്കും ബൈ.